ഹലോ, വെൽക്കം ബാക്ക്. ഇന്നും അടുത്തൊരു അമേരിക്കൻ വിശേഷം. ഈ അമേരിക്കയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ജോലിയും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യണം. അവർ മാത്രമേ ഹെൽപ്പുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, എങ്ങനെ എവിടെ സമയം ലാഭിക്കാന്നുള്ളത് അവർ തന്നെ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് കിച്ചണിൽ മെയിനായിട്ട് ലഞ്ചിന് സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇതാണ്. ചോറ് വെക്കാനും കറി വയ്ക്കാനും പിന്നെ പുലാവ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും എന്ത് വേണം അതിനെല്ലാം ഉള്ള സഹായമാണിത്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാപോട്ട്. അപ്പം, ദോശ, പിന്നെ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾ ഇതൊന്നും ഇതിനകത്ത് പറ്റൂല. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലാതെ ബാക്കി എല്ലാം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സാധനമാണ് ഇൻസ്റ്റാപോട്ട്. പിന്നെ ഇതാകുമ്പോൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ഒരു പ്രശ്നവും വരില്ല. നമ്മുടെ നാട്ടിൽ യുദ്ധം വന്നപ്പോഴേ നമുക്ക് ഗ്യാസിനെല്ലാം തട്ടുണ്ടായല്ലോ, ഡെഫിഷ്യൻസി വന്നല്ലോ. അപ്പോൾ എല്ലാം നമ്മളെല്ലാം ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറകിന് പോയി. പക്ഷേ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. കറണ്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ഒരു ഗ്യാസ് ഷോർട്ടേജും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ സോളാർ പാനൽ വെച്ച് വീട്ടിൽ സോളാർ സിസ്റ്റം ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് ഈ ഇൻസ്റ്റാപോട്ട്. ഞാനിവിടെ വന്ന് ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഇത് അടുക്കി പിടിക്കുകയോ ഓവർ കുക്ക്ഡ് ആയിട്ട് പോവുകയോ ഒന്നും ചെയ്യൂല. ആ ടൈം ആകുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കും, കരിഞ്ഞു പോകും, കുക്കറും കരിയും, ഫുഡും ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഈ ഇൻസ്റ്റാപോട്ടിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഈ കൺട്രോൾ പാനലാണ്. ഇവിടെ സകല കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, റൈസ് കുക്ക് ചെയ്യാം, പിന്നെ സൂപ്പ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം പ്രീസെറ്റ് ബട്ടൺസ് ആണ്. നമുക്ക് ഏതാണോ കുക്ക് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ കൺട്രോൾ പാനലിൽ നിന്ന് ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. പിന്നെ ആ ടൈം നമ്മൾ ഏത് സെറ്റ് ചെയ്യുന്നോ ആ ടൈമിൽ ഇത് കട്ട് ഓഫ് ആകും. എന്നിട്ട് ചൂടോടെ ഇരിക്കണമെങ്കിൽ ഇതേ വാമിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ നമ്മുടെ ഫുഡ് ഇതിനകത്തിരിക്കും. ഇനി നമ്മുടെ ഇൻസ്റ്റാപോട്ടിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് തുറക്കുന്നത് തന്നെ നമ്മുടെ പ്രഷർ കുക്കർ പോലെ തന്നെ ഒരു സൈഡിലേക്ക് പിടിച്ച് തുറക്കുക. എന്നിട്ട് ഈ ലിഡ് വയ്ക്കേണ്ടത് ഈ ഹാൻഡിൽ തന്നെ കറക്റ്റായിട്ട് ഇതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അവിടെ ഇരുന്നോളൂ. ഇതാണ് ഇതിനകത്തുള്ള വെസൽ. ഇതൊരു നല്ല തിക്ക് സ്റ്റീൽ വെസലാണ്. ഇല്ല കട്ടിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ട്രൈപ്ലൈഡ് പോലത്തെ മെറ്റീരിയലാണ്, നല്ല സ്ട്രോങ്ങുമാണ്. ഇത് 5 ലിറ്റേഴ്സിൻ്റെ ആണ്. നമുക്കൊരു ഫാമിലിയിൽ ഒരു വലിയ ഫാമിലിയൊക്കെ ആകുമ്പോൾ ഒരു 6 ലിറ്റേഴ്സിൻ്റെ എങ്കിലും ആവശ്യം വരും. ഇതിൻ്റെ അകവശത്ത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹീറ്റിംഗ് പാഡ്. ഹീറ്റിംഗ് പാഡ് എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം, ഒരിക്കലും വെള്ളം വരാൻ പാടില്ല. ചൂടാകുന്ന പോർഷൻ ഈ പ്രഷർ ഇതിനകത്ത് നമ്മൾ ഈ കുക്കിംഗ് സാധനം ഈ വെസലകത്ത് വെച്ച് കഴിയുമ്പം ഈ ബട്ടൺ താഴേക്ക് പോയിട്ട് അത് ഓൺ ആകുവാണ്. എന്നിട്ടാണ് നമുക്കിതിനകത്ത് ചൂടായിട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രഷറിനെ നമ്മൾ ലിഡിട്ട് ലോക്ക് ചെയ്യുമ്പോഴാണ് ആ ഇൻസൈഡ് പ്രഷർ കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡ് സാധനം കുക്കായി വരുന്നത്. പലരും പല രീതിയിലാണ് ഇതിനകത്ത് കുക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുക്കിംഗ് വെസൽ. ഇത് നമ്മുടെ അരി വെക്കുന്ന പാത്രം. ഞങ്ങളിവിടെ വെള്ളം ഒഴിച്ച് അരി കൂടെ ഒന്നിച്ചിടുവല്ല, ഇതിനകത്ത് അരി മാത്രമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നോക്കുക, ഇത്രയാണ് നമ്മുടെ ഹൈറ്റ്. സോ ഈ പാത്രത്തിൻ്റെ ഒരു ഹാഫ് വേ ത്രൂ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കും. അത്ര ഹൈറ്റിൽ നിൽക്കാവുന്ന രീതിയിൽ. ചെറിയ പാത്രത്തിൻ്റെ ഹൈറ്റിൻ്റെ ഒരു ഹാഫ് ലെങ്ത് മാത്രം മതി ഇതിനകത്ത് വെള്ളം. അപ്പം നമ്മൾ വെള്ളം ഇതിനകത്ത് എടുത്തു. അതിനുശേഷം ഈ പാത്രത്തിൽ ഒട്ടും പുറത്ത് സൈഡ് വെള്ളമില്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മളിതാണ്ട് നമ്മളുടെ വെസലിനെ ഈ ഹീറ്റിംഗ് പാഡിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ റൈസ് ആണെങ്കിലും ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഈ വൈറ്റ് റൈസാണ്. ഇത് നമ്മുടെ വൈറ്റ് റൈസാണ്. ഇത് ഹാഫ് കപ്പ്, ഇതിന് 1 കപ്പ് എടുക്കുന്നു. ഇതിപ്പോൾ ഹാഫാണ് മെഷറിംഗ് കപ്പിൽ.
അടുത്ത ഒരൊന്നുകൂടെ വടിച്ചാണ് എടുക്കുന്നത്. ഇത്രയും റൈസ് മതി, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് വരാം. നമ്മുടെ റൈസ് ഇതേ നമ്മൾ നല്ലപോലെ കഴുകിക്കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ പറ്റിച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളം ആവശ്യമില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതിനകത്ത് നമുക്ക് കഞ്ഞിവെള്ളം ഒന്നും കിട്ടൂല. ഇനി നമ്മൾ 1:2 റേഷ്യോ, അതായത് ഇതിന് 2 കപ്പാണ് നമ്മൾ റൈസ് എടുത്തത്. ആ അരിക്ക് ഡബിളായിട്ട്, അതായത് ഇതിന് 4 കപ്പ് യെസ് 4 കപ്പ് വെള്ളം കൂടെ ചേർത്തു. നമുക്ക് കഞ്ഞിവെള്ളം ആവശ്യമില്ലെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇതിനകത്ത് നമുക്ക് ഒട്ടും കഞ്ഞിവെള്ളം കിട്ടില്ല. ഇത് നമ്മുടെ വീടുകളിലൊക്കെ പ്രഷർ കുക്കറിൽ വെച്ച് ചോറ് പറ്റിച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കൂലേ, സെയിം മെത്തേഡാണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതേ വെള്ളം ഒഴിച്ചു. ഇനിയാണ് ഇതിൻ്റെ അടപ്പ് വയ്ക്കണം. ഈ അടപ്പിന് ഇതാണ്ട് ഇങ്ങനെ ഹോളുകളുണ്ട്, ചുറ്റിലും ഹോളുകളുണ്ട്, പിന്നെ നടുക്കൊന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി വേകുന്നത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റീം വഴിയാണ്. ആ സ്റ്റീം അരിക്കകത്തോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോള് വേണം. ഇങ്ങനെ കറക്റ്റായിട്ട് അടയ്ക്കുക. ഇതേ ഇങ്ങനൊരു സാധനമുണ്ട്, ഇതിങ്ങനെ എടുത്ത് നൂർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ അരിയെടുത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്യുക. ദേ ഇപ്പം ഇങ്ങനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഇനി നമ്മളിങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ തൂക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയെടുത്ത് ദേ ഈ കണ്ടെയ്നറിലേക്ക് വെക്കുക. നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഇതിനെ താഴോട്ടിടുക. ഇനി നമുക്ക് നമ്മുടെ ലിഡ് എടുക്കുക, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ അരി വേകാനായിട്ടുള്ള മോഡ് സെലക്ട് ചെയ്യണം. നമ്മളിവിടെ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത് ഈ പ്രഷർ കുക്ക് മോഡ് തന്നെയാണ്. കുക്ക് ചെയ്ത് പ്രസ് ചെയ്തു. എന്നിട്ട് 3 മിനിറ്റ്സാണ് യൂഷ്വലി ഇടുന്നത്. ഈ 3 മിനിറ്റ്സ് ടൈം ഉണ്ടെങ്കിൽ ഇത് വെന്ത് വരും. ഇനി ഒന്നും ചെയ്യേണ്ട, ഓണായി കഴിഞ്ഞു. ഇനി ഈ വെള്ളം ഇതെല്ലാം ചൂടായി വരാൻ തന്നെ ഒരു സമയമെടുക്കും. അതിനുശേഷം 3 മിനിറ്റ് നേരത്തേക്ക് ഇത് ഓണായി ഓട്ടോമാറ്റിക്കായിട്ട് അരി വെന്തിരിക്കും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വാമിംഗ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ കുക്കിംഗ് 3 മിനിറ്റിലേക്ക് നടക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രഷർ കൺട്രോളിംഗ് വാൽവ്സ്. ഇപ്പോൾ ഇത് നമ്മൾ ഓണാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ മാനുവലി പ്രഷർ റിലീസ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പോലെ തന്നെ ഇങ്ങനെ പ്രഷർ അകത്ത് നിറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരും. അപ്പം നമ്മൾ അതിലൊന്നും തൊടുന്നില്ല. ഇതിനെ അതിൻ്റെ രീതിയിൽ പ്രഷർ റിലീസ് ചെയ്ത് കൂള് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. നമ്മൾ ആ കൂളിംഗ് പീരീഡ് കൊടുത്തു. അപ്പോൾ ഇതാണ്ട് നമ്മുടെ മെറ്റൽ ഇത് സാധനം താഴേക്ക് താന്നു. ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ ഇതിനകത്ത് കുറഞ്ഞു. ഇനി നമുക്കിതിനെ തുറന്നെടുക്കാം. സോ അങ്ങനെ നമ്മുടെ റൈസിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. 15 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ഇവിടെ പ്രഷർ റിലീസായി. ഇനി നമുക്കിതിനെ തുറന്നെടുക്കാം. ഇത് നമ്മുടെ പ്രഷർ റിലീസായി. അപ്പോൾ നമുക്കിവിടെ ഓഫ് കൊടുക്കാം. ദേ സംഭവം ഓഫാക്കി. ഇനി നമുക്ക് തുറന്നെടുക്കാം. തുറന്നിട്ട് ലിഡ് ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചോറെടുത്ത് വെളിയിലോട്ട് വയ്ക്കാം. ദേ നമ്മുടെ ബക്കറ്റ്, ശരിക്കും പറഞ്ഞാൽ ബക്കറ്റ് തൂക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ചോറിനെ എടുത്ത് നമ്മളിത് ഇങ്ങനെ വെച്ചു. ഞാനിവിടെ ഒരു തുണി ഇട്ടിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ വെള്ളമാകും. ഇനി നമുക്കിത് തുറന്നെടുക്കാം. എന്നിട്ട് ദേ ഇങ്ങനെ ഒന്ന് ഇളക്കി വിടുക. നല്ല വെന്ത പ്ലഫി ആയിട്ടുള്ള ചോറ്. ഇതാണ് നമ്മുടെ ചോറ്. ദേ കറക്റ്റ് വേവ്, ആവി പറക്കുന്ന ചോറ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ട, കൃത്യമായിട്ട് വെന്തിരിക്കുകയാണ്. കൂടുതലും വെന്തിട്ടില്ല, കുറവുമല്ല. ഇങ്ങനെ നമുക്ക് ചോറ് വറ്റിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ചോറ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ സ്റ്റീൽ കണ്ടെയ്നർ അതേപടി ഇരിക്കുകയാണ്. കാരണം നമ്മൾ ചോറ് വെച്ചത് മറ്റേ സ്റ്റീൽ പാത്രത്തിലാണ്. അപ്പോൾ ഇനി ഈ വെള്ളം അങ്ങ് കളയാം. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്ത് വെക്കാം. ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്, ഈ സ്റ്റീൽ വെസൽ എന്ന് പറയുന്നത് ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാൻ പറ്റുന്നതുമാണ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്താലും മതി, ഏതാണേലും സേഫാണ്. അകത്തുണ്ടായിരുന്ന ചോറ് വെച്ച വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. പുറത്തൊട്ടും വെള്ളമില്ല, ചെറിയ ചൂടുമുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇത് അതേപടി ഇങ്ങോട്ട് വയ്ക്കുക. ഇനി സോട്ടെ മോഡിലിടുക. ഇവിടെ എണ്ണ ഇങ്ങനെയാണ്, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. സോ ദാണ്ടേ ചെറിയ ചൂടുണ്ട്, നമ്മളൊന്ന് കൈവച്ച് നോക്കി. ഇനി 1 by 1 ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സൗണ്ട് കേൾക്കുന്നു, വെളുത്തുള്ളി, സവോള, സാധാരണ എങ്ങനെയാണോ നമ്മളൊരു ചിക്കൻ കറി വെക്കുന്നത് അതുപോലെ തന്നെ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇളക്കി കൊടുക്കുക. സബോള ഇതാണ്ട് ചെറുതായിട്ട് വഴന്നു. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഒരു മുളകും അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക, അത് അവിടെ കിടന്ന് വഴന്നോളും. നമ്മുടെ സബോളയും തക്കാളിയും എല്ലാം ഇങ്ങനെ വഴന്ന് വരുവാണ്. അപ്പം നമ്മുടെ സോട്ടെ മൂഡിൽ നോർമലിലാണ് കിടക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ ഇതാണ്ട് നല്ല രീതിയിൽ വഴന്നുകൊണ്ടിരിക്കുന്നു. മീൻ ടൈം നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ എടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഇത് ചിക്കൻ മസാല. നമുക്കിത് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. അടി പിടിക്കാതെ ഇളക്കുക. ഈ പാത്രത്തിന് ചൂടുണ്ട്, അതുകൊണ്ട് പാത്രത്തെ നമ്മൾ ടച്ച് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണോ ഒരു പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ പാനിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതേ രീതി തന്നെ ഈ പാത്രത്തിൻ്റെ സൈഡിലിരിക്കുന്നൊക്കെ ഇങ്ങോട്ട് തോണ്ടി തോണ്ടി ഇടുക. അങ്ങനെ നമ്മുടെ അരപ്പ് മൂത്ത് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കണ്ട. നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. അരപ്പൊക്കെ വെന്തു. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതെല്ലാം ഡ്രം സ്റ്റിക്കാണ്, അപ്പോൾ അത് അതേപടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ കഴുകി ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. കൂടെ ആവശ്യത്തിനുള്ള കരിയാപ്പില കൂടെ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ഈ ഒരൊറ്റ പാത്രം കൊണ്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും. നമുക്കിനി വാഷ് ചെയ്യാനുള്ളത് ഈ വലിയ വെസലും ചോറ് വെച്ച ആ ചെറിയ പാത്രവും മാത്രം. അധികം പാത്രം കഴുക്കുമില്ല, നമ്മുടെ ടൈം സേവ് ചെയ്യും. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. നമ്മുടെ ചിക്കൻ ഈ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ ലിഡ് അങ്ങ് അടയ്ക്കാം. ക്ലോസ് ചെയ്തു. പ്രഷർ കുക്കർ മോഡിലേക്ക് മാറും. 3 minutes.
ഈ 3 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് റെഡിയായി വരും. അങ്ങനെ കുറേയേറെ സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ചിക്കനൊക്കെ കുക്ക് ചെയ്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഓഫാക്കി നമുക്കിത് തുറക്കാം. ഇത് നാച്ചുറൽ കൂളിങ്ങിലാണ് നമ്മളിപ്പോൾ പ്രഷർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ഞാൻ മാനുവലായിട്ട് പ്രഷർ റിലീസ് ചെയ്തില്ല. അപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട് കേട്ടോ, തൊട്ടാ പൊള്ളത്തൊന്നുമില്ല. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. യെസ്, നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്ത് വെള്ളവുമുണ്ട് ഗ്രേവിയുണ്ട്. പാത്രത്തിനൊക്കെ ചെറിയ ചൂടുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചൂടിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഈ ഡ്രം സ്റ്റിക്ക് ആയതുകൊണ്ട് എടുക്കാൻ പാടും. ദേ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ചിക്കനാണിത്. ഗ്രേവിയുണ്ട്, അടിക്കും പിടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. എത്ര സമയമില്ലാത്തവർക്കും ഇങ്ങനെ വെച്ചിട്ട് പോയാൽ മതി. അടുക്കി പിടിക്കുമെന്നോ ഗ്യാസ് ഓഫ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല ഇല്ലേ. നമുക്ക് കഴിക്കാൻ പരുവത്തിന് ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തീരെ സമയമില്ലാത്തവർക്കും ഈ വർക്ക് ഫ്രം ഹോം എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഇൻസ്റ്റാപോട്ട്. അടുത്ത് നിന്ന് നമുക്ക് ഒത്തിരി നേരം വഴറ്റി കൊടുക്കുകയോ നമ്മൾ ചിക്കൻ വെന്തോന്ന് നോക്കുകയോ ഒന്നും വേണ്ട. ടൈം സെറ്റ് ചെയ്യുക, അതതിൻ്റെ ജോലി ചെയ്തോളും. ജോലി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴോ ഇത് ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ചിക്കൻ കറി, നമ്മളുണ്ടാക്കിയ ചോറ്, നല്ല പൂ പോലെയുള്ള ചോറ്, അതും ഇതാണ്ട് ഇതേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ചോറും നമ്മുടെ ചിക്കൻ കറിയാണ്. ഇൻസ്റ്റാപോട്ട് ഒരു സിംഗിൾ സൊല്യൂഷനാണ് ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. പാത്രം കഴുകും. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ ആകെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോട്ട് മാത്രമാണ്. അതായത് റൈസിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിച്ചു. അതിനുശേഷം ഇതിനകത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഈ പോട്ട് ഉപയോഗിച്ചു. ഇതിൽ ചെറിയ ചൂടുണ്ട് കേട്ടോ, അടിയിലൊക്കെ ചെറിയ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരെണ്ണം മാത്രം ഇനി നമുക്ക് കഴിയാൻ മതി. പാത്രം കഴുകാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതൊരു നല്ല സൊല്യൂഷനാണ് കേട്ടോ. അധികം പാത്രവും വേണ്ട, കിച്ചണിൽ ഒത്തിരി പാത്രങ്ങൾ കഴുകുക എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇത് ഡിഷ് വാഷബിളാണ്, അതുകൊണ്ട് നമുക്ക് ഡിഷ് വാഷറിൽ വെച്ച് ഇത് വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. കുക്കിങ്ങിന് അധിക സമയം കിച്ചണിൽ കളയാനില്ലാത്തവർക്കും നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനാണിത്. എസ്പെഷ്യലി തീരെ സമയമില്ല, പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടണമെന്നുള്ളവർക്ക് ഇങ്ങനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാലേ എല്ലാ കാര്യവും ഇത് തന്നെ നടത്തിക്കോളും. ഓവർ കുക്ക്ഡ് ആകത്തില്ല, കരിഞ്ഞു പോകത്തില്ല, വെള്ളം പറ്റത്തില്ല, ഒരു കാരണവശാലും നമ്മളുടെ ഫുഡ് ചീത്തയാകത്തുമില്ല. ഇതിനകത്ത് ഈ ചോറും ചിക്കനും മാത്രമല്ല കേട്ടോ, എല്ലാ ഡിഷസും, ഫ്രൈഡ് അല്ലാത്ത ഡിഷസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഇൻസ്റ്റാപോട്ട്. പറ്റുന്നവരിത് മേടിക്കണം. ഓൺലൈനുണ്ട്, ആമസോണിലും കിടക്കുന്ന കണ്ടു. ഏതാണ്ട് 11,000 റുപ്പീസാണ് ഈ 5 ലിറ്റേഴ്സിൻ്റെ വില. അങ്ങനെ ഒരു വലിയ ഫാമിലി ആണെങ്കിൽ, ഒരു 4-5 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 6 ലിറ്റേഴ്സിൻ്റെ എങ്കിലും മേടിക്കണം. ഇത് 5 ലിറ്റേഴ്സിൻ്റെ. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനാണ് ഇത്. പിന്നെ ഇതിനകത്ത് സകല സാധനങ്ങളും ഉണ്ടാക്കാം, നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് അല്ലാത്തത്. പിന്നെ അപ്പം, ദോശ അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കി പുലാബും കറികളും ചിക്കനും മട്ടനും ബീഫും പിന്നെ ബിരിയാണിയും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു സിംഗിൾ സൊല്യൂഷനാണ് നമ്മുടെ ഈ ഇൻസ്റ്റാ